സൂപ്പർ കൺമണിയുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയെ വേണ്ടാന്ന് വെക്കരുതെന്ന് പറഞ്ഞിട്ട് കൺമണി അവിടെ നിന്നും പോകുമ്പോൾ മാനസ കൺമണിയെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൃഷിന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് മഹിയോടും വിദ്യയോടും കൺമണി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃഷി പറയുന്നുണ്ട് കേട്ടോ. കൺമണി പറയുമ്പോൾ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നും, കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നില്ലല്ലോ, വിചാരിച്ചതൊന്നും നടക്കുന്നില്ലല്ലോ എന്നും കൃഷി അവരോടായിട്ട് പറയുന്നുണ്ട്. ഇതേസമയം ഞാനൊരു ഐഡിയ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ മിനിസ്ട്രിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാൻ നമുക്കൊരു ഓഫർ വന്നിട്ടുണ്ടല്ലോ, അത് ഡിസൈൻ ചെയ്യാൻ മാനസയെയും കൺമണിയും ഏൽപ്പിക്കണം. രണ്ടുപേരും ഡിസൈൻ ചെയ്യുന്ന കാര്യം അവർ പരസ്പരം അറിയാനും പാടില്ല. അവർ ഡിസൈൻ പൂർത്തിയാക്കട്ടെ, ആ ഡിസൈനുകളിൽ നിന്ന് നമുക്ക് സത്യം തെളിയുമെന്നും വിദ്യ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതും അത് നല്ല ഐഡിയയാണ്. കൺമണിയുടെ ഡിസൈൻ പൂർത്തിയാകുമ്പോൾ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മളത് പ്രദർശിപ്പിക്കുന്നു. നമ്മളൊന്നും വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാകുമെന്ന് മഹിയും പറയുന്നുണ്ട്. നാളെ തന്നെ അതിനുള്ള ചുമതല മാനസിയെയും കൺമണിയും ഏൽപ്പിക്കണമെന്നും വിദ്യ പറയുന്നുണ്ട് കേട്ടോ. യെസ് എന്ന് പറഞ്ഞതിന് ശേഷം ഓഫീസിൽ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കൃഷ്. അങ്ങനെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. അതിൽ വെച്ച് കൃഷ് സെൻട്രൽ മിനിസ്റ്ററിലേക്ക് നമുക്കൊരു ഓഫർ വന്നിട്ടുണ്ടെന്നും ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഡിസൈനർ വരച്ച ഡിസൈൻ മാത്രമേ നമുക്ക് മിനിസ്ട്രിയിലേക്ക് അയക്കാൻ പാടുള്ളൂ, അത് ആരാണ് വേണ്ടതെന്ന് നമുക്ക് ഇപ്പോൾ തീരുമാനിക്കണമെന്നും ഒന്നും അറിയാത്ത പോലെ കൃഷ് പറയുന്നുണ്ട്. ഇതേസമയം വിദ്യ മാനസയുടെ പേര് സജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കൃഷ് അത് ഏറ്റെടുക്കുമ്പോൾ മാനസ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഞാനൊരു വല്ലാത്ത ട്രാപ്പിലായി പോയല്ലോ, എതിർക്കാനും പറ്റില്ലല്ലോ എന്ന് മാനസ ഇതേസമയം ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് കൃഷ് മാനസയോട് ഈ വെല്ലുവിളി ഏറ്റെടുക്കില്ലേ എന്നും വേറൊരു ഡ്യൂട്ടി ഇനി മാനസയ്ക്ക് ഉണ്ടാവില്ലെന്നും ഇതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ മാനസയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് കേട്ടോ കൃഷ്. ഇത് കേട്ട് ആകെ പരിഭ്രമിക്കുന്നുണ്ട് മാനസ. പിന്നീട് കൃഷ് കൺമണിയോടെ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറയാണ്. ഈ ഡിസൈൻ ചെയ്യാൻ കൺമണിയെ അലിക ചുമതലപ്പെടുത്തുന്നു എന്നും പറയുന്നുണ്ട്. നാളെ മുതൽ ഡിസൈൻ ചെയ്യാൻ ആരംഭിച്ചോളൂ, ഡിസൈൻ തീരുന്നത് വരെ ഇവിടെ ഡ്യൂട്ടിക്ക് വരണമെന്നും ഇല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ കൃഷ് കൺമണിയോടായിട്ട്. എവിടെയെങ്കിലും മാറിയിരുന്ന് ചെയ്യണമെങ്കിൽ അതിനുള്ള ഏർപ്പാടും ഉണ്ടാക്കാമെന്നും കൃഷി പറയുമ്പോൾ മാനസ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ കാര്യം കൺമണി ഓർത്ത് പോവാണ്. വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യവും ഓർക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കൺമണി പറയുന്നുണ്ട്, സാറിന് എന്നോട് ദേഷ്യം തോന്നരുത്, ഈ ഒരു ഓഫർ ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി. അപ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത്? കൺമണി നല്ലൊരു ഡിസൈനർ അല്ലേ? ജോബ് ആപ്ലിക്കേഷൻ സമയത്ത് കൺമണി നല്ല ഡിസൈനിങ് ഒക്കെ ഞാൻ കണ്ടിരുന്നു, എത്ര ക്രിയേറ്റീവാണ് അതൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഡിസൈൻ തയ്യാറാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ, എന്നെ നിർബന്ധിക്കരുത്, അപേക്ഷയാണെന്നും കൺമണി പറയുന്നുണ്ട്. ഇവരുടെ ഈ സംസാരമൊക്കെ ആൻറ്റിയമ്മ കാണുന്നുണ്ട് കേട്ടോ. തുടർന്ന് കൺമണി വീണ്ടും പറയുന്നുണ്ട്, സത്യമായിട്ട് ഞാൻ പറയാണ് സാർ, എനിക്ക് പറ്റില്ല സാർ എന്ന് തന്നെ കൺമണി തീർത്ത് പറയുന്നുണ്ട്. ഇത് കൃഷി കേട്ട് കൃഷി അവിടെ നിന്നും പോവാണ് കേട്ടോ. പിന്നീട് ആൻറ്റിയമ്മ വന്നിട്ട് എന്തോ സീരിയസ് ആയി കൃഷി നിന്നോട് സംസാരിക്കുന്നത് കേട്ടല്ലോ, എന്താ അതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറഞ്ഞ കാര്യം കൺമണി ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട്. തുടർന്ന് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നും പറയുന്നുണ്ട് കേട്ടോ. വന്നു കയറിയ മഹാലക്ഷ്മിയെ തട്ടിക്കളയരുതെന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടെ നിന്നും പോവാണ്. പിന്നീട് ദേഷ്യം വന്ന് കൺമണിയെ കൃഷ്ണനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരികയാണ്. എന്നിട്ട് കൺമണി എനിക്ക് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടാനാ തോന്നുന്നതെന്ന് കൃഷ്യ വിദ്യയോടും മഹിയോടും പറയുന്നുണ്ട്. അവളുടെ മുന്നിൽ അപേക്ഷിച്ചിട്ട് കാര്യം നടക്കാതെ പോകാമെന്ന് വെച്ച് ആ മുഖം അടിച്ചു പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത് കൃഷി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ ടെൻഷനാകാതെ, അവളൊരു പാവമായതുകൊണ്ടാണ് അവൾ അവളുടെ തീരുമാനങ്ങൾ തന്നെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് വിദ്യ. എന്തായാലും നമുക്കിത് വിട്ട് കളയണ്ട, കൺമണിയിൽ കൂടി തന്നെ ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ വിദ്യ. നടക്കില്ല, ഇനി അവളുടെ അടുത്തേക്ക് പോകാൻ വയ്യ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അവളുടെ അടുത്ത് പോകണ്ട, വീട്ടിൽ പോയാൽ മതി. ശങ്കർ മോഹൻ വരച്ച ഡിസൈൻ അവളുടെ വീട്ടിൽ എവിടെയോ ഉണ്ടെന്നല്ലേ അവൾ സാറിനോട് പറഞ്ഞത്, അവളുടെ വീട്ടിലൊന്ന് തപ്പിയ ആ ഡിസൈൻ കിട്ടിയാലോ, ആ വഴിക്ക് ഒന്ന് ശ്രമിച്ചാലോ എന്ന് വിദ്യ പറയുമ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ അല്ല, അവളില്ലാത്ത സമയം അവളുടെ വീട്ടിൽ പോകുക, വീട്ടുകാരോട് കള്ളം പറയുക, മാത്രമല്ല ആ ഡിസൈനൊക്കെ അവൾ അപ്പോഴേ കീറിക്കളഞ്ഞു കാണുമെന്നൊക്കെ കൃഷി പറയുമ്പോൾ എഴുതി തള്ളാൻ വരട്ടെ, അതൊന്നും കീറിക്കളഞ്ഞിട്ടുണ്ടാവില്ല ഒരിക്കലും, അവൾ അത്രയ്ക്ക് ഇഷ്ടത്തോടെ വരച്ച ഒരു കലാസൃഷ്ടി അവൾ ഒരിക്കലും അത് നശിപ്പിക്കില്ല, അവളെ 100% വ്യക്തിത്വമുള്ള കലാകാരിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അതെ സാർ, അവിടെ ചെന്ന് കൺമണിയുടെ വീട് സെർച്ച് ചെയ്യണമെന്ന് വിദ്യയും പറയുന്നുണ്ട്, അതവിടെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല കൺമണിയുടെ അച്ഛൻ നിർബന്ധിച്ചാൽ വേറെ ഡിസൈൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും സാധിക്കുമെന്ന് മഹി പറയുന്നുണ്ട്. പിന്നീട് കൃഷ് കൺമണിയുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ. ധനലക്ഷ്മിക്ക് കൃഷിനെ കണ്ട് ഇതാരാണെന്ന് ആദ്യം ഓർമ്മ കിട്ടുന്നില്ലെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് കൃഷി സാർ എന്ന് പറഞ്ഞ് കൃഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് ധനലക്ഷ്മി. തുടർന്ന് ധനലക്ഷ്മി സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം കൺമണിയുടെ അച്ഛനെ കാണണമെന്ന് കൃഷി പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ശ്രീനിവാസൻ വരുമ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൺമണിയുടെ അച്ഛനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് കൃഷ്. കൺമണിയെ സംബന്ധിച്ചാണ് പറയാനുള്ളതെന്നും കൃഷ് പറയുന്നുണ്ട് കേട്ടോ. കൺമണിയുടെ ടാലൻറ്റ് വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഞാനും അച്ഛനും ഒക്കെ. ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ സമ്മാനം കിട്ടിയ ഡിസൈൻ കൺമണിയാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട്. 10 ലക്ഷത്തിൻ്റെ സമ്മാനത്തുക കിട്ടുന്ന ഡിസൈൻ കൺമണിയാണോ വരച്ചതെന്നൊക്കെ ഇത് കേട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സെൻട്രൽ മിനിസ്ട്രിയിൽ ഒരു ഡിസൈനിൻ്റെ ഓഫർ അലികയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പ്രസൻറ്റ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ വേണം. അലികയിലെ മറ്റാര് ഡിസൈൻ ചെയ്യാലും അത് റിജക്റ്റ് ചെയ്യപ്പെടും. പക്ഷേ ഒരാൾ ഡിസൈൻ ചെയ്യാൽ ഈ കോൺട്രാക്റ്റ് ഞങ്ങൾ നേടും. കൺമണി ഡിസൈൻ ചെയ്യണമെന്ന് കൃഷ് പറയുന്നുണ്ട് കേട്ടോ ശ്രീനിവാസനോട്. ഞാൻ ഡിസൈൻ ചെയ്യാൻ കൺമണിയോട് റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ അതവൾ സ്വീകരിക്കുന്നില്ല എന്നും കൃഷ് പറയുന്നുണ്ട്. ഈ ഓഫീസ് വർക്ക് അല്ലാത്തതുകൊണ്ട് ആരോടും നിർബന്ധിച്ച് പറയാൻ പറ്റില്ല. കൺമണി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൺമണിയുടെ അച്ഛനെയാണെന്ന് എനിക്കറിയാം. താങ്കൾ ഒന്ന് അലികയ്ക്ക് വേണ്ടി കൺമണിയെ നിർബന്ധിക്കണം, പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീനിവാസനാണെങ്കിൽ, സാർ എന്നോട് ക്ഷമിക്കണം, ഞാനല്ല ആര് പറഞ്ഞാലും കൺമണി ഇനി വരയ്ക്കില്ല. ഡിസൈനുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം അവളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രീനി. ഡ്രോയിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെ അവളുടെ റൂമിൽ വെച്ച് പൂട്ടി. അവളുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല സാറേ, അവൾ തീരുമാനിച്ചു കഴിഞ്ഞു ഞാനിനി വരയ്ക്കുന്നില്ലെന്ന് എന്നൊക്കെ ശ്രീനിവാസൻ പറയുന്നതും എന്ത് മണ്ടത്തര കൺമണി കാണിക്കുന്നത്. ഒരു ഡിസൈൻ ക്ലിക്കായി ലക്ഷങ്ങൾ കൊടുത്ത് കൊത്തിക്കൊണ്ട് പോകാൻ കമ്പനികൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്. പെട്ടെന്ന് അമ്പരപ്പോടെ ലക്ഷങ്ങളോ ഇന്ന് സ്വയം പറഞ്ഞു പോവാണ് കേട്ടോ ധനലക്ഷ്മി. തുടർന്ന് ശ്രീനിവാസനോട്, അച്ഛാ ഒന്ന് പറയേ അച്ഛാ അവളോട്, സാറ് പറയുന്ന പോലെ എന്തെങ്കിലും ഒന്ന് വരച്ചു കൊടുക്കാനെന്നൊക്കെ ധനലക്ഷ്മി ശ്രീനിവാസനോടായിട്ട് പറയുന്നുണ്ട്. ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയാം എൻ്റെ മോളെ, ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ സാറിനൊരു പ്രതീക്ഷ തരുന്നില്ല എന്ന് ശ്രീനി വീണ്ടും കൃഷ്ണനോട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കൺമണിയുടെ റൂം ഒന്ന് പരിശോധിച്ച് ശങ്കർ മോഹിന് വേണ്ടി വരച്ച ഡിസൈൻ്റെ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്ന് കൃഷി ചിന്തിച്ചു പോവാണ്. തുടർന്ന് കൺമണി വരയ്ക്കാനിരിക്കുന്ന മുറി ഒന്ന് കാണിക്കാമെന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതിനെന്താ സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. മറ്റൊന്നിനുമല്ല, കൺമണിയുടെ ഡിസൈനിങ്ങിൻ്റെ രീതി ഒന്ന് നോക്കാനാണ്. വേറെ ഡിസൈനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെ നിന്ന് കൃഷി പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, ഞാൻ വന്ന വിവരം കൺമണി ഒരിക്കലും അറിയാനും ഇടവരരുതെന്നും കൃഷി പറയുന്നുണ്ട്. എൻ്റെ വീട്ടുകാരെ സ്വാധീനിക്കാൻ വന്നു എന്ന് കൺമണി അറിയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലെന്ന് കൃഷി പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പറയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ശ്രീനി. അങ്ങനെ ധനലക്ഷ്മി കൺമണി വരയ്ക്കുന്ന റൂമിലേക്ക് കൃഷിനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. റൂമിലെത്തുമ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിച്ച് ധനലക്ഷ്മിയെ അവിടെ നിന്നും പറഞ്ഞു വിട്ടിട്ട് ആ വാതിലടച്ച് കൃഷി അവിടെ ആകെ സെർച്ച് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ധനലക്ഷ്മി വാതിൽ തുറന്ന് അവിടേക്ക് കടന്നു വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്